ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പിന്നും വന്നിരിക്കുകയാണ് ഗൈസ്. ഈ നോയ്സ് കേൾക്കുന്നുണ്ടോ വീഡിയോയിൽ? ഫാനിൻ്റെ ആണ്. കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഫാനിൻ്റെ ആണ്. കാര്യം ഈ റൂമിനകത്ത് ഭയങ്കര ചൂടാണ്. അപ്പം എനിക്ക് ഫാൻ ഇല്ലാതിരിക്കാനായിട്ടൊരു നിവൃത്തിയില്ല. കുടുകുടാ ഞാൻ വിയർക്കുവാണ്. അപ്പം ഫാനിൻ്റെ ചെറിയൊരു നോയ്സ് ഒക്കെ കാണും. പ്ലീസ് എക്സ്ക്യൂസ് ഗൈസ്. കാര്യം നമ്മുടെ ഫാൻ ആയിപ്പോയില്ലേ, നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലേ ഗൈസ്. ഞാൻ ഇന്ന് സീക്രട്ട് റീഡിങ് സെഗ്മെൻറ്റിൻ്റെ പാർട്ട് 2 ചെയ്യാനാണ് വന്നേക്കുന്നത്. ഞാൻ പാർട്ട് 1 ചെയ്തിട്ട് കുറേ കൊല്ലമായി, ഒരു 8-9 മാസമായി ഞാൻ അതിൻ്റെ പാർട്ട് 2 ഇതുവരെ ചെയ്തില്ലായിരുന്നു. നമുക്ക് ഇന്ന് പാർട്ട് 2 ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ മെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് വന്ന മെയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. മെയിലൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വായിക്കാം ഗൈസ്. മെയിലൊക്കെ എടുക്കട്ടെ. എത്ര മെയിൽ ഇതിൽ നമുക്കിന്ന് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് മാക്സിമം ഇന്ന് വായിക്കാം. ബാക്കി നമുക്ക് പാർട്ട് 3 ചെയ്യാം ഗൈസ്. എനിക്കാണ് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് ഓരോ സ്റ്റോറി വായിക്കുമ്പോഴും ഓരോരോ എക്സ്പീരിയൻസ് ആണല്ലോ. ഓരോരുത്തർ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക്. സോ നമുക്ക് ആദ്യത്തെ സീക്രട്ട് വായിക്കാം. ഐ ഹാവ് എ സീക്രട്ട് ഫോർ യു. സീക്രട്ട് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അല്ല. മേ ബി ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്റ്റോറി ആകാം. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ബോയ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ത്രൂ ഓൺ ഇൻസ്റ്റ. പക്ഷേ അവൻ എൻ്റെ വീടിനടുത്തുള്ളതായിരുന്നു. പക്ഷേ കമ്പനിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത ഉത്സവം വരുന്നത്. അവിടെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം എന്നെ ഫോളോ ആക്കി. ദെൻ ഞാനും തിരിച്ച് ഫോളോ ആക്കി. അവൻ എനിക്ക് മെസ്സേജ് ഇട്ടത് എൻ്റെ കസിന് ലൈനുണ്ടോ, അവളുടെ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ. അങ്ങനെ അവിടെ നിന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് എന്നെക്കുറിച്ച് ചോദിക്കാനും തിരക്കാനും ഒക്കെ തുടങ്ങി. കുറച്ച് ഡേ കഴിഞ്ഞപ്പോൾ അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ. അങ്ങനെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ഞാനൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്നൊക്കെ. ഞാനും ഓക്കെ പറഞ്ഞു. ശരി എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ കുറച്ച് ഡേ ഞാൻ മെസ്സേജ് ഒന്നും ഇട്ടില്ല. മെസ്സേജ് ഇട്ടാലും അവൻ എനിക്ക് മെസ്സേജ് ഇട്ടാലും ഞാൻ അധികം റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. പിന്നെ എന്നോട് പറഞ്ഞു എന്താ ഇപ്പോൾ ഒന്നും മെസ്സേജ് ഒന്നും അയക്കാത്തേ എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല, തിരക്കാ എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി. പിന്നെ എന്നോട് ചോദിച്ചു ബെസ്റ്റി ആകുമോ എന്നോടെന്ന്. ഞാൻ പറഞ്ഞു ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പിന്നെ അവൻ എന്നോട് നമ്പർ ചോദിച്ചു. ഞാൻ ആദ്യം കൊടുത്തില്ല, പിന്നെ കൊടുത്തു. അങ്ങനെ ചാറ്റായി, കോളായി, സംസാരിച്ച് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി, കൂട്ടായി. മീൻസ് അവൻ എന്തുണ്ടെങ്കിലും എന്നോട് പറയും, ഞാനും എന്തുണ്ടെങ്കിലും അവനോടും പറയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് പഠിക്കാൻ വേണ്ടി പോവേണ്ടി വന്നത്. ബാംഗ്ലൂരിൽ പോയി ഞാൻ. അങ്ങനെ അവൻ US പോയി. അവൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും സെറ്റാക്കി കൊടുക്കുമോ എന്നൊക്കെ. അങ്ങനെ ഇരിക്കെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ലൈൻ ഉണ്ടോ കൊള്ളാലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ലൈനില്ല. അങ്ങനെ ഞാൻ തന്നെ സെറ്റാക്കി കൊടുത്തു. സെറ്റാക്കുന്നതിന് മുന്നേ അവൻ പറഞ്ഞു നമ്മൾക്കിടയിലുള്ള കാര്യങ്ങളൊന്നും അവളോട് പറയണ്ട എന്നൊക്കെ. അപ്പോൾ ഞാനും പറഞ്ഞു ശരി, പറയണ്ടെങ്കിൽ പറയണ്ട. അവളെന്ന് വെച്ചാൽ ഞാനും അവളും നല്ല കമ്പനിയാണ്, ചങ്കും അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്കിടയിൽ സ്പേസ് വന്നു. അപ്പോഴാ ടൈം അവനെല്ലാം അവളോട് പറഞ്ഞു. അല്ലെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പറയണ്ടേ. എന്നോടത് പറഞ്ഞതുമില്ല, ഞാനൊട്ടും അറിഞ്ഞതുമില്ല. കേൾക്കുന്ന അവൾ എന്താ വിചാരിക്കുക, ഞാൻ അവളെ ചതിച്ചെന്നല്ലേ. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ് ആയി. ശുഭം. ഇതിനകത്തുള്ള കേട്ടോ എനിക്ക് പറയാനുള്ളത്, ആരും ആരുടെയും ഫ്രണ്ട്സ് തമ്മിൽ സെറ്റാക്കി കൊടുക്കാൻ പാടില്ല. അവസാനം നമുക്ക് തന്നെ വളരെ ഒരു കുരുവായി തീരും. അടുത്ത സീക്രട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ സെക്കൻഡ് സീക്രട്ട് എന്താണെന്ന് വായിക്കാം. വെൻ ഐ വാസ് സ്റ്റഡിയിങ് ഇൻ 11th ക്ലാസ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. കാരണം അന്ന് ഞാൻ അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കുറച്ച് ഡേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെൻ്റെ സാറായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ലേറ്റായി കയറി. അങ്ങനെ ഇരിക്കെ എനിക്കൊരു അടി കിട്ടി. അങ്ങനെ ഇരിക്കെ കുറച്ചും കൂടി ക്രഷ് അടിച്ചു. അങ്ങനെ ക്രഷായിട്ട് 1 month പോയി. അങ്ങനെ അയാളുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയി ഗിഫ്റ്റ് കൊടുത്ത് പ്രപ്പോസ് ചെയ്തു. ഗട്സ് സമ്മതിച്ചു കൊടുത്തേ വരത്തുള്ളൂ. അയാളപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറച്ച് ബിസിയാ, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തതിന് താങ്ക് യു എന്ന് മെസ്സേജ് ഇട്ടു. ഞാൻ ഓർത്തു ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെ 2 days ഞാൻ സ്കൂളിൽ പോയില്ല. ബിക്കോസ് ഞാൻ ഇനിയും എങ്ങനെ അയാളെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ പോയില്ല. 1 week കഴിഞ്ഞപ്പോൾ PT പീരീഡ് ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ പുള്ളിക്കാരൻ ബെഞ്ചിലിരിക്കുമായിരുന്നു. അവിടെ നിന്ന് എന്നെ വിളിച്ചു. ദെൻ ഹി അക്സെപ്റ്റഡ് മൈ പ്രപ്പോസൽ. അങ്ങനെ 6 months ബ്രേക്കപ്പ് ആയി. ബിക്കോസ് ഒരു ഫ്രണ്ട് പണി തന്നു. അയാൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എൻ്റെ ഫേസിൽ അടിക്കാൻ വന്നു. അങ്ങനെ സ്കൂളിൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞു. അതൊരു ബിഗ് പ്രോബ്ലമായി. സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തു ഞാൻ കാരണം.
ബിക്കോസ് അയാൾക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ റിസൈൻഡ്. അങ്ങനെ ബ്ലോക്ക് ആക്കി എന്നെ. അങ്ങനെ നോ കോണ്ടാക്ട്. ബട്ട് സ്റ്റിൽ ഒത്തിരി മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് റിലേഷൻ. ഇറ്റ് ഈസ് അൺഫോർഗെറ്റബിൾ മെമ്മറീസ്. അടുത്ത സീക്രട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് തേർഡ് സീക്രട്ട് എന്താണെന്ന് വായിക്കാം. ഹലോ തീർത്ഥ ചേച്ചി. ഹലോ. ഞാൻ ഈ സീക്രട്ട് പറയാൻ വേണ്ടിയാണ് ഈ ജിമെയിൽ തന്നെ ഉണ്ടാക്കിയത്. ഈ സ്റ്റോറി നടക്കുന്നത് ഒരു സമ്മർ വെക്കേഷൻ ടൈമിലാണ്. ഞാൻ അന്ന് വെക്കേഷനായിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ അടുത്ത വീട്ടിലുള്ള കുട്ടികളായി ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമായിരുന്നു. എല്ലാവരും സെയിം ഏജ് അല്ല, ഡിഫറെൻറ്റ് ഏജാണ്. അങ്ങനെ ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ എന്ന തീരുമാനത്തിലെത്തി. ഒളിച്ചു കളി ഇതിനകത്തുള്ള കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഒരു ചേട്ടൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ഓടിപ്പോയി ഹൈഡ് ചെയ്തിരുന്നു. ഞങ്ങൾ മൊത്തം 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കസിൻ അല്ലാതെ അതിൽ ഞാൻ ഒരാളോട് കൂടിയായിരുന്നു കൂടുതൽ കമ്പനി. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പോയി ഒളിച്ചിരുന്ന സെയിം പ്ലേസിലാണ് ആ ചേച്ചിയും വന്നിരുന്നത്. പെട്ടെന്ന് തന്നെ ആ ചേച്ചി എന്നെ കിസ് ചെയ്തു, അതും എൻ്റെ ലിപ്സിൽ. എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. ഞാൻ ആകെ ടെൻഷനായിപ്പോയി, പേടിച്ചു പോയി. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഇന്നും മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്കായി കിടപ്പുണ്ട്. ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടി. നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ വീട്ടിലോട്ട് പോയി. അതിനുശേഷം വെക്കേഷൻ ടൈമിൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ ഞാൻ പോകാറില്ല. അവളെ എൻ്റെ വീട്ടിലോട്ട് വിളിക്കാറാണ് പതിവ്. എനിക്കിന്നും ഇത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ ആ ചേച്ചിയെ കണ്ടു. പക്ഷേ യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ലാതെ നോർമലായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. പിന്നെ അന്ന് എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് സീക്രട്ട്. നമുക്ക് ഫോർത്ത് സീക്രട്ട് എന്താണെന്ന് വായിക്കാം. ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ഇതെൻ്റെ 3ാമത്തെ റിലേഷൻഷിപ്പാണ്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് ലവ് എന്താണെന്ന് തന്നെ ഞാൻ റിയലൈസ് ചെയ്തത്. ആക്ച്വലി ഇറ്റ്സ് സ്റ്റാർട്ടഡ് ഓൺ 2021. ഹി ഈസ് മൈ സീനിയർ. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അവനെ ഞാൻ ആദ്യമായി കാണുന്നത്. ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് വൺ സൈഡ് ലവ്, വേണമെങ്കിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നും പറയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ എന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കിടയ്ക്കിടയ്ക്ക് ഐ കോണ്ടാക്റ്റ് ഒക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു എനിക്ക് റിലേഷൻ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ എന്നെ ഇഷ്ടമാണ് എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു അവൾക്കും അവനെ ഇഷ്ടമാണ്. ഇതറിഞ്ഞ് ഞാൻ ഞെട്ടി. അവനും എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പ്ലാൻ ചെയ്തു. ഒരു റിസോർട്ടിൽ വെച്ച് കാണാമെന്നും പ്ലാൻ ചെയ്തു. പിന്നെ ഞങ്ങൾ കണ്ടു, കുറേ നേരം സംസാരിച്ചു, മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ഞങ്ങൾ സെറ്റായി. പിന്നെ അങ്ങനെ കുറേ നാൾ നന്നായി തന്നെ പോയി. ഞങ്ങൾക്കിടയ്ക്കിടയ്ക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ബ്രേക്കപ്പ് വരെ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കി പോയിട്ടുണ്ട്. അവസാനം ഇത് വീട്ടിൽ പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. വീട്ടിൽ പറഞ്ഞു ഞങ്ങളുടെ രണ്ടും 2 കാസ്റ്റ് ആയതുകൊണ്ട് നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവസാനം 2 പേർക്കും പിരിയാൻ പറ്റാതെ ആയപ്പോൾ വീട്ടുകാർക്ക് ഞങ്ങളെ പിടിക്കാൻ തോന്നിയില്ല. അങ്ങനെ മാരേജ് ആയി. അതിനെല്ലാം ഫിക്സ് ആക്കി. എല്ലാവരെയും വിളിച്ച് സന്തോഷം നിറഞ്ഞ ഡേയ്സ് ആയിരുന്നു. കാര്യം ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കരുതിയ 2 പേരും ഒന്നിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് സുന്ദരിയായ ഒരു മോളുണ്ട്. അവൾക്കിപ്പോൾ 1 വയസ്സുമാകുന്നു. നിങ്ങളുടെ ഒക്കെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെ തീർത്ത് മുന്നോട്ട് പോകുന്നോ അതുപോലെ ഇരിക്കും നല്ലൊരു റിലേഷൻഷിപ്പ്. ബി ഹാപ്പി. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. അടുത്ത സീക്രട്ട് എന്താണെന്ന് വായിക്കാം. നമുക്ക് 5th സീക്രട്ട് എന്താണെന്ന് വായിക്കാം. ഞാൻ 5th പഠിക്കുമ്പോൾ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. നന്നായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 5th ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കിടയിൽ 2 പേര് വന്നു. അതോടെ എന്ത് കാര്യമുണ്ടായാലും അവരോട് 2 പേര് മാത്രമേ പറയൂ. ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ആരും ചിന്തിക്കാറില്ല. സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നതല്ലാതെ എന്നെ ആരും മൈൻഡ് ചെയ്യാറില്ല. സത്യം എനിക്കത് എന്തോ പോലെയായി. ഞാൻ എല്ലാം അവരോട് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്നാ. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അന്ന് കൊറോണയായിരുന്നു. പിന്നെ 10th ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. അന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ എടുക്കാത്ത കാര്യം ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തി. അന്ന് ഞാൻ ഫീൽ ചെയ്ത സിറ്റുവേഷൻ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തം ഫ്രണ്ട് തന്നെ നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഇറ്റ്സ് ടു ടെറിബിൾ. ഫ്രണ്ട്സുമാരുടെ മുന്നിൽ ഞാൻ അന്ന് നിന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. മറക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. ഈ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും യു ഹാവ് ടു മേക്ക് ഷുവർ യുവർ ഫ്രണ്ട്സ് ആർ ട്രസ്റ്റബിൾ പേഴ്സൺസ്. എല്ലാവർക്കും ഉണ്ടാവും ഒരു പേഴ്സണലായിട്ട് ഫ്രണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഒരു ലക്കി പേഴ്സണാണ്. ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും അത് ഭയങ്കര വാല്യുബിളായി കിട്ടണമെന്നില്ല. കിട്ടുന്ന പേഴ്സൺസൊക്കെ നല്ല ലക്കിയാണ്. ഞാനതുമായിട്ട് യോജിക്കുന്നു.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സീക്രട്ട് എന്താണെന്ന് വായിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് 6th സീക്രട്ട് എന്താണെന്ന് വായിക്കാം. ഹലോ ചേച്ചി, ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിക്ക് ചേച്ചിയുടെ സംസാരം വലിയ ഇഷ്ടമാണ്. താങ്ക് യു. ഈ സ്റ്റോറി എൻ്റെ ലൈഫിലെ സ്റ്റോറിയാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയൂ എൻ്റെ ഈ സ്റ്റോറി. ഇപ്പം ചേച്ചിക്കും. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഞങ്ങൾ മുന്നേ ഫ്രണ്ട്സ് ആയിരുന്നു. അവൻ്റെ പേര് അർജുൻ എന്നാണ്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അവൻ്റെ സംസാരം കേൾക്കാൻ, അവനോട് സംസാരിക്കാനും ഒക്കെ. അങ്ങനെ പയ്യെ പയ്യെ ഞങ്ങൾ സംസാരിച്ച് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റിലേഷനിലായി. ഒരു 3 years ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയത്. ഞാൻ ഓൾറെഡി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു. ആഫ്റ്റർ 3 years അവൻ നാട്ടിൽ വന്നു. ഞങ്ങൾ ഡെയിലി മീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ അടുത്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫോണിൽ സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല ആൾക്കാരെന്ന്. ഞങ്ങൾ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയേ, എന്നാലും ഒട്ടും ഒത്തുപോകാൻ പറ്റുന്നില്ലായിരുന്നു. തമ്മിൽ ഇഷ്ടത്തിന് ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ഡെയിലി അടിയാകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവൻ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഒട്ടും ടൈം തരാതെയായി. അവന് ജോബ് പ്രഷർ എന്ന റീസണായി പറയുന്നത്. പക്ഷേ എനിക്ക് എന്തോ ഡെയിലി സെയിം എക്സ്ക്യൂസ് തന്നെ പറയുന്ന കേട്ട് ആകെ ഡിപ്രഷനായി. ഞാൻ ആകെ അങ്ങ് ഒരുമാതിരിയായി. ഡെയിലി ഞാൻ അവൻ്റെ മെസ്സേജസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് വേണ്ട ടൈമൊന്നും അവൻ അവൈലബിൾ അല്ല. എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാറില്ല. അങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ. പക്ഷേ എനിക്കറിയില്ല ഇപ്പം എന്താ കാര്യമെന്ന്. അവനോട് ഇതൊക്കെ പറഞ്ഞാൽ പറയും വർക്ക് പ്രഷറാണ് എന്നൊക്കെ. മേ ബി ആയിരിക്കാം. പക്ഷേ ഒരാൾ എപ്പോഴും ബിസിയായി പോകുന്നത് എങ്ങനെയാണ്? ഞാൻ ആകെ കൺഫ്യൂഷനിലായി. ലാസ്റ്റ് ഡിസൈഡ് ചെയ്തു, എനിക്ക് തരാൻ ടൈമും പ്രയോറിറ്റിയും ഇല്ലാത്തയിടത്ത് ഞാൻ നിൽക്കുന്ന എന്തിനാ. അങ്ങനെ ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. അവൻ എന്നെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ലാസ്റ്റ് ആയപ്പോൾ എന്നെ വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ആകെ സീനായി. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവൻ. ലാസ്റ്റ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാതെയായി. ഇപ്പോൾ 4 years ആയി ഇതൊക്കെ കഴിഞ്ഞിട്ട്. അവൻ എവിടാന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഡേയ്സൊക്കെ എനിക്ക്. ജീവിതത്തിൽ ഒരേ സമയം കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും തിരിച്ചറിവും തന്ന ഇയർ ആയിരുന്നു അതെനിക്ക്. ഇതൊക്കെ എന്തോ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം എനിക്ക്. മനസ്സിൽ നിന്ന് എന്തോ ഭാരം പോയ പോലെ. താങ്ക് യു ചേച്ചി ഈ സ്റ്റോറി വായിച്ചതിന്. ലൈഫിൽ പലർക്കും പല എക്സ്പീരിയൻസസ് ആണല്ലോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്ര സീക്രറ്റ്സ് ഇത് വായിക്കുന്നുള്ളൂ. നെക്സ്റ്റ് സീക്രറ്റ്സ് ആയിട്ട് ഞാൻ പാർട്ട് 3 ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും സീക്രറ്റ്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് സീക്രറ്റ്സോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുക്കാം ഗൈസ്. അതിനകത്ത് ഷെയർ ചെയ്യാൻ ഞാൻ വായിക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ലൈഫ് എക്സ്പീരിയൻസസ് ആണല്ലോ. എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇമെയിൽ അയക്കാൻ മറക്കരുത് കേട്ടോ. ബൈ.